എനിക്ക് മനസ്സിലാകാത്തതല്ല. ഇങ്ങേരെ ഈ മുഹൂർത്തത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? തൂക്കുന്നിടത്ത് ഐജി വേണമെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നേ? അതാ ഞാൻ പറഞ്ഞത്, ഇവനൊക്കെ മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഇനമാണ്. ആ അതുകൊണ്ട് എന്നാ പറ്റി? കാക്കിക്കകത്ത് മൂത്രം ഒഴിച്ചില്ലേ ഐജിയമാൻ? എന്റെ ഡോക്ടറെ, നിങ്ങൾ അവിടെ വേണമായിരുന്നു. അബുവിന്റെ തന്ത കറിയാച്ചനെ നിലം തൊടിയിച്ചില്ല. ഓ, എന്തായിരുന്നു മൂപ്പിൽസിന്റെ ഒരു പെർഫോമൻസ്! 19 വയസ്സുള്ള കിളവനാ. സ്വന്തം മോന്റെ കൊലക്കേറിന് മുന്നിലും എന്താ അയാളുടെ ഒരു ചങ്കൂറ്റം! പക്ഷേ പാപ്പയും മോനും കൂടെ നന്ദിയാത്ര പറയുന്ന രംഗം, എന്റെ ഡോക്ടറെ, അത് കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ളവർക്ക് കഴിയില്ല. അപ്പോഴാ ഇവിടെ ഒരുത്തൻ ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ബാൽക്കണിയിൽ ഇരിക്കുന്നത്. അബൂബക്കർ തൂക്കുന്ന കാണാൻ. സാഡിസ്റ്റ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാഡിസ്റ്റ് ആരെന്നറിയാവോ എനിക്ക്? ഈശ്വരൻ, കൊടയതമ്പുരാൻ. അങ്ങേർക്ക് മുന്നിൽ ഐജി സ്കറിയ സക്കറിയൊക്കെ വട്ടം പൂജ്യം. തെളിവുണ്ട്, സോളിഡ് പ്രൂഫ്. പ്രപഞ്ചത്തിലെ മുഴുവൻ ഈശ്വരന്മാർക്കും എതിരെ സാക്ഷി പറയാൻ എന്റെ ഈ തെളിവുണ്ടോ? ഇവളാ ഒന്നാം സാക്ഷി, എന്റെ അമ്മുക്കുട്ടി. കൂടെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മകൾ തളിയൂരമ്മയുടെ തിരുനടയിൽ മരിച്ചു വീണ നൂറുകണക്കിന് നിരപരാധികൾ. പിന്നെ ഞാൻ പറയില്ലേ, ഒരു തങ്കച്ചൻ, അവനെ പോലെ കാലും കൈയും നഷ്ടപ്പെട്ട വേറെ കുറെ പേർ. എല്ലാരും സാക്ഷികളാ. പക്ഷേ പറഞ്ഞിട്ടെന്താ? പ്രതികൾ നിസ്സാരക്കാരല്ലല്ലോ. കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരങ്ങൾക്കിടയിൽ നിന്നും എന്റെ അമ്മുക്കുട്ടിയുടെ ഒരു പിടി ചാരം പോലും എനിക്ക് കിട്ടിയില്ല. ഒത്തിരി കുടിച്ചു. എങ്ങനെ കുടിക്കാതിരിക്കും? മോള് പറ. അബുവിനെ രക്ഷപ്പെടുത്താനായി നീയും ഒത്തിരി തെളിവുകൾ ശേഖരിച്ചതല്ലേ? എന്നിട്ട് എന്തായി? ഏട്ടോ ദാസേ, ആയുസിന്റെ ബലം കൊണ്ടാ അന്ന് ഇവള് രക്ഷപ്പെട്ടത്. MBBSന്റെ സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന്. മകൾക്ക് വലിയ മാർക്ക് കിട്ടാൻ ദേവിയോട് പ്രാർത്ഥിക്കാൻ പോയതാ എന്റെ അമ്മു. അച്ഛൻ എത്രാമത്തെ തവണ ഇതൊക്കെ പറയുന്നത്? വീണ്ടും വീണ്ടും ഓർത്ത് എന്തിനാ ഇങ്ങനെ? ആ സാഹിബ് വന്നിട്ട് എന്നെ അന്വേഷിച്ചില്ലേ ദാസേ? ഇന്നൊന്നും ചോദിച്ചില്ല. ഇന്നത്തെ മാനസികാവസ്ഥ അതായിരുന്നില്ലല്ലോ. ആളിവിടെ സത്രത്തിലുണ്ട്. വേണ്ട, ഇനി ഒരിക്കൽ കൂടെ സാഹിബിനെ നേരിടാൻ വയ്യ. പക്ഷേ അബുവിനെ കാണാതെ വയ്യല്ലോ. അവന്റെ നെഞ്ചിടി പളക്കണം, കണ്ണുകളിൽ നോക്കി ആരോഗ്യം ഉറപ്പുവരുത്തണം. കൊലമരത്തിലേക്ക് അവനെ മിടുമിടുക്കനായി അയക്കേണ്ടത് എന്റെ ഡ്യൂട്ടി ആയിപ്പോയില്ലേ?